ഞാൻ മന്ത്രി എന്നുള്ള നിലയിൽ മന്ത്രി സഞ്ചരിക്കുന്ന വാഹനത്തിൽ എൻ്റെ ഗൺമാനോടൊപ്പം പോയിട്ടുള്ളതാണ്. എനിക്ക് ആ സന്ദർഭത്തിൽ 3 ഗൺമാന്മാരുണ്ടായിരുന്നു. ഞാൻ 3 പേരോടും ചോദിച്ചു, ഒരു പ്രാവശ്യം ഒന്നിലധികം പ്രാവശ്യം യഥാർത്ഥത്തിൽ പോയിട്ടുണ്ടെങ്കിൽ പോയിട്ടെന്ന് പറയാൻ എനിക്കെന്ത് മടി? ഇന്നിപ്പോ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടിട്ടുള്ള ആ ഒരു സംഗതി കണ്ടപ്പോഴാണ് എനിക്ക് ബോധ്യമായത്, കുട്ടിയുടെ ഫംഗ്ഷനല്ല, അവിടുത്തെ കുട്ടിയുടെ അപ്പൂപ്പന്റെ അല്ലെന്നുണ്ടെങ്കിൽ പോറ്റിയുടെ അച്ഛൻ പോറ്റിയുടെ എന്തോ തരത്തിലോ ഒന്നുകിൽ സപ്തതിയാകാം, അല്ലെങ്കിൽ 84 വയസ്സാകാം, അല്ലെങ്കിൽ നവതിയാകാം, എനിക്ക് അതും കൃത്യമായിട്ട് അറിയാല്ല. ആ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് പോയത്. ആ സന്ദർഭത്തിലാണ് ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ എത്തുന്നത്. ഞാൻ ഒരു ഉപഹാരം കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്, ഫ്രൂട്ട്സ് ഒക്കെ അടങ്ങുന്നതായിട്ടുള്ള സാധനമാണ്. ഞാനതൊന്നും മേടിച്ചോട്ട് പോയിട്ടുള്ളതല്ല. ഇതാണ് റോഷി, യഥാർത്ഥത്തിൽ ഈ നേതാക്കൾക്കൊക്കെ ഈ ഭയം കാരണം ചില കാര്യങ്ങൾ അങ്ങ് മറച്ചു വയ്ക്കാമെന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ പടങ്ങളെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് ഈ നേതാക്കന്മാരെ കുരുക്കിയത്. അത് അടൂർ പ്രകാശ് ആണെങ്കിലും ആന്റണി ആണെങ്കിലും സോണിയാഗാന്ധി ആണെങ്കിലും ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ആണെങ്കിലും ഇവർക്കൊക്കെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞൂടെ? ഒന്നിലധികം തവണ പോയിട്ടുണ്ട്. ആദ്യം പോയത് കാര്യം ഇതിപ്പോൾ പറഞ്ഞാൽ ഒരു കുട്ടിക്ക് സമ്മാനം കൊടുക്കുന്നത് പോകുന്നു എന്ന് പറയുന്നതിനകത്തെങ്കിലും ആ അർത്ഥത്തിൽ വലിയ രീതിയിൽ വിമർശനമൊന്നും വരില്ലല്ലോ. ഒരുപക്ഷെ സംശയം പ്രകടിപ്പിച്ചേക്കാം, എന്തിനാണ് മന്ത്രി ഒരാളുടെ വീട്ടിൽ അങ്ങോട്ട് പോയി, അതും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ആളുടെ അനന്തരവൾക്ക് സമ്മാനം കൊടുക്കുന്നത് എന്നൊരു ചോദ്യമൊക്കെ ഉണ്ട്. നമ്മുടെ ഒന്നും വീട്ടിൽ സമ്മാനം കിട്ടുന്ന സമയത്ത് മന്ത്രി വന്ന് സമ്മാനം തരുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. അതൊരു നമ്മൾ എത്രയോ അവാർഡുകൾ കാണുന്ന മനുഷ്യരാണ്. റാങ്കുകൾ കിട്ടുന്ന കുട്ടികളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ മന്ത്രി വന്ന് സമ്മാനം തരുന്നു എന്നുള്ളത് ഇല്ല. അപ്പോൾ ആ അടുപ്പത്തെക്കുറിച്ചുള്ള ചോദ്യം ഉണ്ടാവും. അത് ഭയന്നായിരിക്കാം ഒരുപക്ഷെ ഇവർ കള്ളം പറയുന്നത്. ഇങ്ങനെ ഒരു ഡിഫൻസ് സ്വീകരിച്ചതുകൊണ്ടല്ലേ അടൂർ പ്രകാശിന് പൊളിയേണ്ടി വരുന്നത്, വാദങ്ങൾ പൊളിയുന്ന സാഹചര്യം ഉണ്ടാവുന്നത്, കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യത്തിൽ ഈ വാദങ്ങൾ പൊളിയുന്നത്. ക്ഷമിക്കണം റോഷിപാൽ. അരുൺകുമാർ പറഞ്ഞതുപോലെ ഒരു കള്ളം പറഞ്ഞു, പിന്നെ ആ കള്ളം അത് സത്യമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു ചങ്ങല പോലെ കള്ളങ്ങൾ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കുടുങ്ങുന്ന അല്ലെങ്കിൽ സംശയമുലയുള്ള അടൂർ പ്രകാശ് ആകട്ടെ, കടകംപള്ളി സുരേന്ദ്രൻ ആകട്ടെ, എല്ലാവരും അത് സമാനമായിട്ടാണ് അവരുടെ പ്രതികരണങ്ങൾ വരുന്നത്. പിന്നീട് അവർക്കത് കുരുക്കായി മാറുന്നുമുണ്ട്. അതാണ് കടകംപള്ളി സുരേന്ദ്രനും സംഭവിച്ചത്. കാരണം അദ്ദേഹം അന്ന് ദേവസ്വം മന്ത്രി കൂടിയാണ്. ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ ശബരിമലയിൽ ഇത്തരത്തിൽ വലിയൊരു തട്ടിപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെ വലിയ ആരോപണങ്ങൾ പ്രതിപക്ഷമടക്കം ഉയർത്തുന്ന ഘട്ടത്തിലാണ് ഈ ഒരു ഫോട്ടോ പുറത്തേക്ക് വരുന്നത്. ആ ഘട്ടത്തിൽ തന്നെ ഈ ഒന്നിൽ കൂടുതൽ തവണ താൻ പലവട്ടം പോയിരുന്നു, എന്താണ് കാരണമെന്നൊക്കെ വിശദീകരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കുരുക്കോ വീണ്ടും ഒരു ദുരൂഹതയോ ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പോൾ പുതിയ ചിത്രങ്ങൾ വരുമ്പോൾ, പുതിയ സാഹചര്യത്തിൽ അവിടെ കൂടിക്കാഴ്ച അല്ലെങ്കിൽ സന്ദർശനം നടത്തിയതിൻ്റെ തെളിവ് പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായും വീണ്ടും കടകംപള്ളി സുരേന്ദ്രൻ സംശയമുനയിലേക്ക് നീങ്ങുകയാണ്. എന്താണ് ഈ കാര്യം ഒളിച്ചു വെച്ചത്? എന്തിനാണ് അവിടെ പോയത്? എത്രത്തോളം ആത്മബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടെന്ന് ഈ കൂടിക്കാഴ്ചകൾ അല്ലെങ്കിൽ ഈ സന്ദർശനങ്ങളിലൂടെ നമുക്ക് വ്യക്തമാണ്. പൊതുസമൂഹത്തിനും അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. എന്താണ് അവിടെ നടന്നത്, ഇവർ തമ്മിലുള്ള ആത്മബന്ധം എന്താണെന്നൊക്കെ അങ്ങ് വിശദീകരിച്ചാൽ ഒരുപക്ഷെ ഇതിൽ പൊതുസമൂഹത്തിന് കൃത്യമായി ഒരു വ്യക്തത വരാൻ സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് സമാനമായി തന്നെ അടൂർ പ്രകാശ് സമാനമായി കൂടിക്കാഴ്ച നടന്നു, പലയിടങ്ങളിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, സോണിയാഗാന്ധിയുടെ അരികിലെത്തുമ്പോൾ ഒരുമിച്ചുണ്ട്. അവിടെയൊക്കെ ഇവർ രണ്ടുപേരും ഒരേപോലെ തൽക്കാലത്തേക്ക് രക്ഷപ്പെടാൻ വേണ്ടി വ്യത്യസ്തമായ കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന വാദങ്ങൾ ഉയർത്തുന്നു. പക്ഷെ പിന്നീട് തെളിവ് പുറത്തു വരുമ്പോൾ പ്രതിരോധത്തിലാകുന്നു. ഇതുകൊണ്ട് സത്യത്തിൽ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാകുന്നത് LDFും UDFും തന്നെയാണ്. കാരണം പരസ്പര ആരോപണങ്ങൾ അവർ പരസ്പരം ഉന്നയിക്കുകയാണ്. കാരണം തെരഞ്ഞെടുപ്പ് ഘട്ടമാണ്. സ്വാഭാവികമായും UDF ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് പ്രചാരണായുധമാക്കി സർക്കാരിനെ പ്രതികൂട്ടിലാക്കാനുള്ള ശ്രമം UDF നടത്തുകയാണ്. ആ ഘട്ടത്തിൽ UDFിന്റെ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി LDF സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധൻ അടക്കമുള്ള സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികൾ അവർ നടത്തിയ ആ കൂടിക്കാഴ്ചയാണ് പ്രതിരോധമായി ഉയർത്തുന്നത്. അതേസമയം തന്നെ ആ ചിത്രങ്ങൾ ഉണ്ടായിരുന്ന അടൂർ പ്രകാശ്, ആന്റണി അടക്കം സംശയമുനയിൽ നിർത്തുന്ന ആരോപണങ്ങളും LDF ഉയർത്തുന്നുണ്ട്. അതിനിടയിലാണ് കടകംപള്ളി സുരേന്ദ്രനെതിരെ മറ്റു ചില പ്രധാനപ്പെട്ട തെളിവുകൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ആത്മബന്ധത്തിന്റെ തെളിവുകളാണ്. ഇതൊക്കെ ഒളിച്ചുവെച്ച കാര്യങ്ങളാണ്. പലവട്ടം വന്ന് ഈ വാർത്ത പുറത്തുവിട്ട റിപ്പോർട്ടറിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തുകയാണ് രണ്ടുപേരും. അത് അടൂർ പ്രകാശ് ആകട്ടെ, കടകംപള്ളി സുരേന്ദ്രനാകട്ടെ. അവർ റിപ്പോർട്ടറിനെതിരെ ആരോപണങ്ങൾ ഉയർത്തുന്നതിനപ്പുറത്തേക്ക് അവർക്കെതിരെ പുറത്തു വരുന്ന തെളിവുകളിൽ ഒരു വിശദീകരണം, കൃത്യമായ ഒരു വിശദീകരണത്തിന് തയ്യാറാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് വീണ്ടും ഇത് കടകംപള്ളിക്ക് കുരുക്കായി മാറുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഒരു നിമിഷം റഹീസ് റഷീദിലേക്ക് ഞാനൊന്ന് പോയിട്ട് വരട്ടെ. റഹീസ് റഷീദ് ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നത് കേട്ടോ, അപ്പോൾ നൂലുകെട്ടിന് പോയത് 3ാമത്തെ തവണയായിരിക്കും
അതിന്റെ ഫോട്ടോ ഒരാഴ്ച കഴിഞ്ഞാൽ റഹീസ് റഷീദ് പുറത്തുവിടുമോ എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട് ഹരികുമാർ. അപ്പൊ ഇനി നൂലുകെട്ടിന്റെ പടം വന്നിട്ടില്ല, ഇനി അതും വരുമോ? അരുൺകുമാർ, നമുക്ക് അയൽവാസി പറഞ്ഞതനുസരിച്ച് 1, 2, 3, 4 തവണയൊന്നുമല്ല ഈ കടകംപള്ളി സുരേന്ദ്രൻ പുളിമാത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെത്തിയത് താൻ തൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഈ 2 തവണ കൊണ്ട് നിൽക്കുമോ എന്ന കാര്യം നമുക്ക് വ്യക്തമല്ല. പക്ഷേ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള തെളിവ് വെച്ച് മാത്രം റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ 2 തവണ ഇതുവരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നമുക്ക് ദൃശ്യങ്ങൾ കയ്യിലുള്ളത് 2 തവണ എത്തിയത് മാത്രമാണ്. ഈ പ്രേക്ഷകൻ പറഞ്ഞത് ഒരു സംശയമാണ്. സ്വാഭാവികമായും അദ്ദേഹം ആദ്യം നൂലുകെട്ട് ചടങ്ങ് പറഞ്ഞു. അന്ന് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അരുൺകുമാർ അടക്കം ചോദിച്ചിരുന്നു ഇനി നൂലുകെട്ട് ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ വരുമോ എന്നത്. പക്ഷേ അത് നമ്മൾ ഇതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ട്. ഏതെങ്കിലും ദൃശ്യങ്ങൾ എവിടെയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് അത് കടകംപള്ളി സുരേന്ദ്രൻ മാത്രമല്ല മറ്റാരെങ്കിലുമായിട്ടൊക്കെ ഉണ്ടോ എന്ന അന്വേഷണത്തിൽ തന്നെയാണുള്ളത്. ആ അന്വേഷണത്തിനിടയിലാണ് ആ വീട്ടിൽ നിൽക്കുന്ന 2ാമത്തെ ദിവസം പോയ ചിത്രം കിട്ടിയത്. സ്വാഭാവികമായും കടകംപള്ളി സുരേന്ദ്രൻ്റെ മനസ്സിൽ ഒരു നൂലുകെട്ട് ചടങ്ങ് അവിടെ കിടപ്പുണ്ട്. അത് നൂലുകെട്ട് ചടങ്ങാണോ മറ്റേതെങ്കിലും ചടങ്ങാണോ എന്ന കാര്യത്തിൽ അദ്ദേഹം പിന്നീട് മാറ്റിപ്പറയുകയും ചെയ്തു. അങ്ങനെ ഒരു ചടങ്ങ് കൂടി ആ വീട്ടിൽ നടന്നിട്ടുണ്ടാകാം. അതിൽ അദ്ദേഹം ഒരുപക്ഷെ പങ്കെടുത്തിട്ടുമുണ്ടാകാം. അത് മനസ്സിൽ കിടന്നാണ് ആദ്യം അത് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ചടങ്ങിൻ്റെ ചിത്രം കൂടി പുറത്തു വരാൻ ഉണ്ടാകും.